Hello guys, welcome back to our channel. This is me with my new episode. ഓപ്പണിംഗ് സീനിൽ ബേഗ് ഓഫ് പങ്കിന്റെ ഐലാൻഡ് കാണിക്കുകയാണ്. ഒരുപാട് നേവി സോൾജിയേഴ്സ് അവർ ബസ്റ്റർ കോൾ അവേക്കൻ ചെയ്തിട്ടും നമ്മുടെ ലൂഫിയെ റൗണ്ട് ചെയ്ത് നിൽക്കും. അവരുടെ കയ്യിലാണെങ്കിൽ വമ്പൻ ആയുധങ്ങളുണ്ട്. അവർക്കാണെങ്കിൽ നന്നായിട്ട് അറിയാം ലൂഫിയെ ഷൂട്ട് ചെയ്താലും അവനൊന്നും സംഭവിക്കില്ല എന്ന്. കാരണം നമ്മുടെ ചെക്കൻ അവൻ റബ്ബർമാൻ ആണ്. ഇവിടെ ലൂഫിക്കാണെങ്കിൽ ഒരുപാട് ഭക്ഷണം അതങ്ങനെ അൺലിമിറ്റഡ് ആയിട്ട് കഴിച്ചതുകൊണ്ട് അവനെ കൊണ്ട് നനങ്ങാൻ പോലും കഴിയില്ല. അവൻ ആ സോൾജിയേഴ്സിനോട് പറയും, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ എന്റെ വയറിലൊന്ന് പ്രസ് ചെയ്ത് തന്നൂടെ, നിങ്ങൾ എല്ലാവരും തോക്കും പിടിച്ച് വെറുതെ നിൽക്കുകയല്ലേ, എന്നെ കൊണ്ട് പ്രോപ്പറായിട്ടൊന്ന് ശ്വാസം വിടാൻ പോലും പറ്റുന്നില്ല എന്ന് പറഞ്ഞ് അവൻ തന്നെ അവന്റെ ബോഡി കംപ്രസ് ചെയ്യാനായിട്ട് തുടങ്ങും. സോൾജിയേഴ്സ് ആണെങ്കിൽ അത് കണ്ട് വണ്ടറടിച്ച് ആദ്യം ഒന്ന് പരസ്പരം നോക്കും. അതിനുശേഷം ലൂഫിയെ തന്നെ നോക്കും. ഞൊട്ടിയിടയിൽ ലൂഫി അവന്റെ ഫുഡ് അത് മുഴുവൻ ഡൈജസ്റ്റ് ചെയ്ത് ബാക്ക് ടു നോർമൽ ആവുകയാണ്. സോൾജിയേഴ്സിനാണെങ്കിൽ ചത്താ മതിയെന്നാവും. കാരണം ഇങ്ങനെ ഒരു മോൺസ്റ്ററിനെ അവരവരുടെ ലൈഫിൽ കണ്ടിട്ടില്ല. ഇത്രയും ഫുഡ് കഴിച്ച് അത് ഫ്യൂ മിനിറ്റ്സ് കൊണ്ട് തന്നെ നമ്മുടെ ചെക്കൻ ഇപ്പൊ മൊത്തം ഡൈജസ്റ്റ് ചെയ്ത് എടുത്തിരിക്കുകയാണ്. അടുത്ത നിമിഷം ആ നേവിക്കാരെ ഞെട്ടിച്ചുകൊണ്ട് അവിടേക്ക് ഒരുപാട് കനോൻ ബോൾസ് അതങ്ങനെ പൊട്ടിത്തെറിക്കാനായിട്ട് തുടങ്ങും. നേവിക്കാരാണെങ്കിൽ അത് കണ്ട് ഷോക്കാവും. ഓ നോ, ഇനി ഒരു സെക്കൻഡ് പോലും ഇവിടെ നിൽക്കാനായിട്ട് പാടില്ല. ബസ്റ്റർ കോൾ അത് അവേക്കനായി കഴിഞ്ഞു. ഇനി നമ്മൾ ലൂഫിയും കൊണ്ട് കുട്ടിയടയിൽ കപ്പലിലെത്തണമെന്ന് പറഞ്ഞ് അവരിപ്പോഴായിരിക്കും എൽഡർ പറഞ്ഞതനുസരിച്ച് 3% ഹാൻഡ് കഫ് അത് കയ്യിലെടുക്കുക. അവർ ചുറ്റും നോക്കും. അവിടെ മുഴുവൻ പുക അങ്ങനെ വ്യാപിച്ചിരിക്കുകയാണ്. ലൂഫി അവിടെ കാണാനില്ല. ഓ നോ, അവൻ രക്ഷപ്പെട്ടു പോയി. എത്രയും വേഗം അവനെ കണ്ടെത്തണമെന്ന് പറഞ്ഞ് അവർ ബഹളം വെക്കുകയാണ്. ഇവിടെ നമ്മുടെ ലൂഫി അവൻ ടെററായിട്ട് ചിരിക്കും. കാരണം വില്ലന്മാരുടെ ടൈം മൊത്തത്തിൽ ഇപ്പോൾ കഴിഞ്ഞു പോയിരിക്കുകയാണ്. നമ്മുടെ ചെക്കൻ ബാക്ക് ടു നോർമലായി ഇപ്പോൾ 5th ഗിയറിലേക്ക് പോയി കഴിഞ്ഞു. അവൻ അവരെ നോക്കി ചിരിച്ച് അങ്ങനെ ഫ്ലൈ ചെയ്ത് നടക്കും. ലൂഫി ആണെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് ആ സോൾജിയേഴ്സ് നിൽക്കുന്ന സ്ഥലം അത് മുഴുവൻ കടൽത്തര പോലെ ഇളക്കി മറിക്കുകയാണ്. അവറ്റകൾ കൺട്രോൾ പോയി ഇപ്പോൾ ഓരോ ഭാഗത്തേക്ക് അടിച്ചു വീഴും. അവർക്കാണെങ്കിൽ എങ്ങനെയെങ്കിലും തിരികെ അവരുടെ കപ്പലിലേക്ക് പോകണം. കപ്പലിലുള്ള സോൾജിയേഴ്സ് ആണെങ്കിൽ നിർത്താതെ ആ ഒരു ഐലാൻഡിലേക്ക് അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയം ഡോക്ടർ വേഗ് ഓഫ് പങ്ക് ആള് മുകളിലേക്ക് നോക്കും. കൂമ, ജോൾട്ടറി പെണ്ണ്, നമ്മുടെ ആൾക്കാർ എല്ലാവരും റോക്കറ്റ് തകർന്ന് താഴേക്ക് വീണുകൊണ്ടിരിക്കുകയാണ്. എത്രയും വേഗം അവരെ രക്ഷപ്പെടുത്തിയിട്ടില്ല എങ്കിൽ അവർക്ക് താഴെ വീണ് നല്ല രീതിയിൽ പരിക്ക് പറ്റും. ഡോക്ടർ വേഗ് ഓഫ് പങ്ക് ആണെങ്കിൽ ഈ അറ്റ്ലസിനെ കോൺടാക്ട് ചെയ്ത് ഒരു കാര്യം അവളോട് പറയും. അത് എത്രയും വേഗം ബോണിയെ അറിയിക്കാനായിരിക്കും അദ്ദേഹം നിർദ്ദേശം കൊടുക്കുക. ഇവിടെ ആ എൽഡർ ആളാണെങ്കിൽ ആ പാസി ഫിസ്റ്റേഴ്സിനോടും അതുപോലെ തന്നെ കൂമയുടെ ക്ലോൺസിനോടും നമ്മുടെ ആൾക്കാർ അറ്റാക്ക് ചെയ്യാനായിട്ട് പറയും. അവർ ലേസർ ബെയിം ഒക്കെ എടുത്ത് അങ്ങനെ അറ്റാക്ക് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കും. ആഞ്ചി ടീമും ആണെങ്കിൽ താഴേക്ക് വീഴുന്നവരെ സേവ് ചെയ്യാനായിട്ട് ഓടുകയാണ്. അതേസമയം അറ്റ്ലസ് ഫ്ലൈ ചെയ്ത് വന്ന് ഡോക്ടർ അവളോട് പറഞ്ഞ കാര്യങ്ങൾ ബോണിയോട് പറയാണ്. അവൾ ഒരു സെക്കൻഡ് കൂമയെ നോക്കി ഇപ്പോ കൂമയുടെ ക്ലൗഡ്സിനോട് വിളിച്ചു പറയും, പ്ലീസ് ദയവ് ചെയ്ത് നിങ്ങൾ ആരും അറ്റാക്ക് ചെയ്യാൻ പാടില്ല, ഞങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഈ ഐലാൻഡിന് രക്ഷപ്പെട്ടു പോകണം. അവളത് പറയുന്നത് കേട്ട് ആ എൽഡറിനടക്കം അവിടെയുള്ളവർക്ക് എല്ലാവർക്കും ഭയങ്കര അത്ഭുതം. ആ സോൾജിയേഴ്സ് ആണെങ്കിൽ ഇപ്പൊ ബോണിപ്പണിനെ നോക്കി കളിയാകും. കാരണം എൽഡർ ആണ് ദ ഫൈനൽ വേർഡ്. അദ്ദേഹത്തിന്റെ വേർഡിനെ ആർക്കും ഗണ്ണിച്ച് ആ പാസി ഫിസ്റ്റേഴ്സിന് കമാൻഡ് കൊടുക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞു നിൽക്കുന്ന അതേസമയം ഒരു വമ്പൻ ട്വിസ്റ്റ് കൊടുത്ത് ആ പാസിഫിസ്റ്റുകളെല്ലാം നേവിക്കാർക്ക് നേരെ തിരിഞ്ഞ് കുട്ടികളുടെ ബീം പവർ ഉപയോഗിച്ച് ഇപ്പൊ നേവിക്കാരെ അറ്റാക്ക് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. അത് കണ്ട് എല്ലാവരും ഒരു സെക്കൻഡ് ഫ്രീസ് ആവും. ഡോക്ടർ വേഗ് ഓഫ് പങ്ക് ആണെങ്കിൽ ഇപ്പൊ നടക്കുന്ന കാര്യങ്ങളെല്ലാം കണ്ട് ചിരിക്കുകയാണ്. കാരണം ഡോക്ടർ വേഗ് ഓഫ് പങ്കിന് നന്നായിട്ട് അറിയാം നാളെ ഭൂമിയുടെ ക്ലൗൺസ് ഒരു പക്ഷെ അവൾക്കൊരു വെല്ലുവിളിയായിട്ട് വരാം. സോ അങ്ങനെ വരാതിരിക്കാനായിട്ട് സുപ്രീം കമാൻഡർ ആയിട്ട് അവൻ ഫിക്സ് ചെയ്തിരിക്കുന്നത് ആ എൽഡേഴ്സിനെ അല്ല, ബോണി പെണ്ണിനെയാണ്. സോ അവൾ അവളുടെ അതോറിറ്റി ഉപയോഗിച്ച് കമാൻഡ് കൊടുത്തു കഴിഞ്ഞു. ഡോക്ടർ ആണെങ്കിൽ വിളിച്ചു പറയും, ലോകത്താരൊക്കെ നിനക്കെതിരെ തിരിഞ്ഞാലും ഒരിക്കലും കോമ നിനക്കെതിരെ തിരിയില്ല. അടുത്ത നിമിഷം ഡോക്ടർ ചോര തുളുമ്പി അങ്ങനെ താഴേക്ക് വീഴാൻ തുടങ്ങും. മറ്റൊന്നുമല്ല, എൽഡർ അവന്റെ മൂർച്ചയുള്ള കത്തി അതങ്ങനെ ഡോക്ടറിന്റെ പുറത്ത് കുത്തി ഇറക്കുകയാണ്. അതിനുശേഷം എൽഡർ കിസറുവിനോട് എല്ലാവരെയും കൊല്ലാനായിട്ട് പറയും. കിസറു ആണെങ്കിൽ സെക്കൻഡുകൾ കൊണ്ട് ഇപ്പൊ അവന്റെ ലൈറ്റ് പവർ ഉപയോഗിച്ച് മുകളിലേക്ക് വരികയാണ്. അതിനുശേഷം അവരുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. സാഞ്ചി ആണെങ്കിൽ അവന്റെ ഫുൾ പവർ എടുത്ത് റെസിസ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. പക്ഷെ അപ്പോഴേക്കും അവൻ ലൈറ്റ് വെച്ച് ഒരു സ്ക്വാഡ് ക്രിയേറ്റ് ചെയ്ത് ബോണിയെയും ഭൂമിയെയും എല്ലാവരെയും വെട്ടിയെറിയാനായിട്ട് തയ്യാറാവും. അടുത്ത നിമിഷം കിസറു ആണെങ്കിൽ ഒരു ശബ്ദം കേൾക്കുകയാണ്. അത് മറ്റാരുടെയല്ല, സാക്ഷാൽ ലൂഫിയുടേത്. ഒരു വലിയ ജയന്റ് കൈ അവന്റെ തൊട്ടടുത്ത് എത്തിയിരിക്കുകയാണ്. കിസറു എന്തെങ്കിലും ചെയ്യാൻ ശ്രമിക്കുന്നതിന് മുൻപ് തന്നെ ആ ഒരു കൈ അവന്റെ മുഖത്ത് ആഞ്ഞെട്ടിക്കും. കൺട്രോൾ പോയി കിസറു അവൻ താഴേക്ക് വീഴും. ബോണിയും നമ്മുടെ ആൾക്കാരെ എല്ലാവരും ഷോക്കായിട്ട് താഴേക്ക് നോക്കും. നമ്മുടെ ലൂഫി അവനങ്ങനെ ഹായ് ആയിട്ട് തുള്ളിച്ചാടിക്കൊണ്ടിരിക്കുകയാണ്. അവന്റെ കൈ മാത്രം അവൻ ഉയർത്തി കൊണ്ടുവന്നാണ് ഇപ്പൊ കിസറുവിനെ പഞ്ച് ചെയ്തിരിക്കുന്നത്. ഓ നോ,
വാവ്, ഇതെനിക്ക് ഒരുപാട് ഇഷ്ടമായെന്ന് പറഞ്ഞ് ലൂഫി ആണെങ്കിൽ ഇവിടെ ഓരോരോ ബിൽഡിങ്ങിന്റെ മുകളിലൂടെ എടുത്തു ചാടി എൻജോയ് ചെയ്യും. ഇതാ ഇവിടെ ലൂഫി ആണെങ്കിൽ ഭയങ്കര ഹാപ്പി. അവൻ ആ ഫ്ലോർ മുഴുവൻ ഇപ്പൊ വെള്ളം പോലെ അങ്ങനെ ഒഴുക്കുകയാണ്. അടുത്ത നിമിഷം നമ്മുടെ ആൾക്കാരെല്ലാവരും മുകളിൽ താഴേക്ക് വീഴും. ലൂഫി ആ ഒരു ഫ്ലോർ അത് ഫ്ലോട്ടിംഗ് ആക്കിയതുകൊണ്ട് തന്നെ അവർക്ക് കാര്യമായിട്ട് പരിക്കുകൾ അതൊന്നും തന്നെ സംഭവിക്കില്ല. അവരെല്ലാവരും സേഫ് ആയിട്ട് അവിടെ ലാൻഡ് ചെയ്യുകയാണ്. പക്ഷെ എന്താ, അപ്പോഴായിരിക്കും ഒരു മറ്റൊരു ടെസ്റ്റ് കാണുക. അവരുടെ തൊട്ട് മുൻപിൽ ആ ഒരു എൽഡർ ആളങ്ങനെ ടെററായിട്ട് നിൽക്കുകയാണ്. അവരാണെങ്കിൽ ഇപ്പൊ ആളെ കണ്ട് പേടിക്കും. അതേസമയം നേവി സോൾജേഴ്സ് ആണെങ്കിൽ ഓരോ ഭാഗത്തേക്ക് അറിഞ്ഞ് പറഞ്ഞ് ഓടും. കാരണം കൂമയുടെ ക്ലോൺസ് എല്ലാം തന്നെ ഇപ്പൊ അവരെയാണ് ഫോക്കസ് ചെയ്ത് അറ്റാക്ക് ചെയ്യുക. ഇവിടെ ലൂഫി അവനാണെങ്കിൽ യാതൊരു കുഴപ്പമില്ല, അവൻ ഹാപ്പി ആയിട്ട് അങ്ങനെ ഫ്ലൈ ചെയ്ത് നടക്കും. ആ എൽഡർ ആണെങ്കിൽ വീണ്ടും വീണ്ടും അവരോട് തറപ്പിച്ച് പറയും, നിങ്ങൾ ആരും തന്നെ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകാനായിട്ട് പോകുന്നില്ല. നിങ്ങളുടെ എല്ലാവരുടെ അവസാനം അതിവിടെ വെച്ചാണ്. അടുത്ത നിമിഷം ആ ജോയ് ബോയുടെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതങ്ങനെ ഉയരാണ്. അത് കേട്ട് ഒരു സെക്കൻഡ് ആ എൽഡർ ഞെട്ടും. അപ്പൊ അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ചെയ്ത് ജോയ് ബോയുടെ ബെസ്റ്റ് ഫ്രണ്ടായിരുന്ന 1000 ഇയർ വോയിഡിലുണ്ടായിരുന്ന ആ ഒരു വലിയ റോബോട്ട് അത് കണ്ണു തുറന്ന് പതിയെ അങ്ങനെ അനക്കം വെച്ച് വരികയാണ്. കട്ട് ചെയ്താ ഇവിടെ നമ്മുടെ ബോണി പെണ്ണ് അവളാണെങ്കിൽ ആ മ്യൂസിക് കേട്ട് ഷോക്കാവുകയാണ്. കാരണം അവളുടെ പപ്പ എപ്പോഴും ആ നിക്കയെ കുറിച്ച് പറയാറുണ്ട്. നിക്ക, അദ്ദേഹം കടന്നു വരുമ്പോഴുള്ള ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് അതാണ് ലൂഫി ഇപ്പോൾ യാതൊരു കോട്ടവും തട്ടാതെ അടിപൊളിയായിട്ട് പാടുന്നത്. അവളാണെങ്കിൽ ഒരു സെക്കൻഡ് ആ മ്യൂസിക് അങ്ങനെ ആസ്വദിക്കും. ഉടനെ ഡോക്ടർ വേഗോഫ് പങ്ക് ആണെങ്കിൽ ലൂഫിയെ നോക്കി അങ്ങനെ അവളോട് വിളിച്ചു പറയും, ഞാനിത് കണ്ടെത്തുന്നതിന് മുൻപ് തന്നെ നിന്റെ പപ്പ കോമ അദ്ദേഹം ഇവനെ കണ്ടെത്തി മനസ്സിലാക്കി കഴിഞ്ഞിരിക്കുകയാണ്. ഇത് മറ്റാരുമല്ല സൺ ഗോഡ് നിക്കയാണെന്ന് പറയും. അവളാണെങ്കിൽ ലൂഫിയെ സൂക്ഷിച്ചു നോക്കും. സൺ ഗോഡ് നിക്ക ആളെങ്ങനെ പോസ് കൊടുക്കോ അതുപോലെ തന്നെ ലൂഫി പോസ് ചെയ്യാണ്. ഈ ലോകത്തുള്ള അനേകായിരങ്ങള് ഈ നിക്കയ്ക്ക് വേണ്ടിയാണ് കാത്തിരുന്നത്. അവരുടെ എല്ലാവരുടെ വേദനയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്താനായിട്ടുള്ള ഏക ദൈവം അത് ഈ സൺ ഗോഡ് നിക്കയാണ്. ആ ഐലാൻഡിലെ ആ ജയന്റ് ആന ജനങ്ങള് അങ്ങനെ ഒരുപാട് പേര് ഇവന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അവളാണെങ്കിൽ വിഷമത്തോടു കൂടെ പൊട്ടിക്കരഞ്ഞ് അവനെ നോക്കും. ലൂഫി ആണെങ്കിൽ ആരുടെയും വിഷമം കാണാതെ അങ്ങനെ ഹാപ്പി ആയിട്ട് ചിരിച്ചുല്ലസിച്ച് നടക്കുകയാണ് നിക്കയെ പോലെ. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത സൂം ചെയ്ത് കടലിലേക്ക് കാണിക്കും. ഒരു ജയന്റ് കപ്പല് കടലിനെ ലക്ഷ്യമാക്കി വരികയാണ്. കപ്പലിലുള്ള രണ്ടുപേര് ഇപ്പൊ പരസ്പരം പറയും, നമ്മളുടെ പ്രതീക്ഷകൾക്കപ്പുറം ഇപ്പൊ അവിടെ നടന്നിരിക്കുകയാണ്. ഇത് കാണുന്നില്ലേ, ആ ഐലാൻഡ് മുഴുവൻ കത്തി എരിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് പറയും. നമ്മൾ ന്യൂസ് പേപ്പറിൽ എന്ത് വായിച്ചോ അതിലും കൂടുതലായിട്ടാണ് ഇവിടെ നടക്കുന്നതെന്ന് പറയും. അപ്പൊ ക്യാമറ സൂം ചെയ്ത് ആ പാസിഫിസ്റ്റേഴ്സിനെ കാണിക്കും. അവരാണെങ്കിൽ നേവി കപ്പലുകൾ ഓരോന്നായിട്ട് അങ്ങനെ തകർത്തുകൊണ്ടേയിരിക്കുകയാണ്. തീ അങ്ങനെ കത്തി മുകളിലേക്ക് പടർന്നുകൊണ്ടേയിരിക്കും. നേവിക്കാരാണെങ്കിൽ അവരെ കൊണ്ട് പറ്റും പോലെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. പക്ഷെ പാസിഫിസ്റ്റേഴ്സ് അവർ ഞൊട്ടിയിടയിൽ തന്നെ ഓരോരോ നേവി കപ്പലുകളായിട്ട് തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ മൊത്തം കപ്പലുകളും തകർന്ന് നേവിക്കാരെ കൊണ്ട് ആ ഒരു ബസ്റ്റർ കോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല എങ്കിൽ അത് ടോട്ടൽ നേവിക്ക് തന്നെ വലിയൊരു അപമാനമാണ്. അപ്പോഴായിരിക്കും ഒരു നേവി സോൾജിയർ അവന്റെ ക്യാപ്റ്റന്റെ പേര് വിളിച്ച് ഉച്ചത്തിൽ നിലവിളിക്കുക, ക്യാപ്റ്റൻ വേഗം ഇവിടേക്ക് വരണം, അവിടെ ഒരു ജയന്റ് കപ്പൽ. അത് കേട്ട് ക്യാപ്റ്റൻ അവിടേക്ക് വന്ന് ആ കപ്പലിലേക്ക് നോക്കും. അപ്പൊ അവർ കാണും ഒരു വലിയ കപ്പല് ആ നേവി കപ്പലിനെ ലക്ഷ്യമാക്കി അങ്ങനെ പാഞ്ഞടുക്കുകയാണ്. ആ കമാൻഡർ ആണെങ്കിൽ ഒരു സോൾജിയറിന് ഇൻഫർമേഷൻ പാസ് ചെയ്യും. ആളാണെങ്കിൽ സ്നെയിൽ ഉപയോഗിച്ച് എല്ലാ നേവിക്കാർക്കും അലേർട്ട് കൊടുക്കും. നോർത്ത് ഈസ്റ്റിൽ നിന്ന് വലിയൊരു കപ്പൽ വരുന്നുണ്ട്, ഇപ്പൊ എല്ലാ നേവിക്കാരും ആ കപ്പലിനെ തകർക്കണം. കുറച്ചു പേർക്ക് ആ കപ്പൽ എന്താണെന്നും ആരുടെയാണെന്നും മനസ്സിലാവും. പക്ഷെ അപ്പോഴും ബാക്കി ചിലർക്ക് അത് ആരുടെ കപ്പലാണെന്ന് മനസ്സിലാവാതെ അവർ കൺഫ്യൂസ്ഡ് ആവും. വർഷങ്ങളായിട്ട് ഈ കപ്പല് ഇവിടേക്ക് വരാതിരുന്നതായിരുന്നു. ഇപ്പൊ ഇത് വലിയൊരു തലവേദനയായിരിക്കുകയാണെന്ന് പറഞ്ഞ് അവർ അറ്റാക്ക് സ്റ്റാർട്ട് ചെയ്യും. കപ്പലിലുള്ളവരാണെങ്കിൽ നമുക്കിവിടെ ഇറങ്ങി ഫൈറ്റ് ചെയ്യണമെന്ന് പരസ്പരം ചോദിക്കും. അപ്പൊ ക്യാമറ സൂം ചെയ്തത് ആരാണെന്ന് കാണിക്കും. ടോണിയും ബ്രോഹിയും, ആ രണ്ട് ജയൻസ്. അവർ ജയൻസ് ആയതുകൊണ്ട് തന്നെയാണ് അവർക്ക് വേണ്ടി അത്രയും വലിയൊരു കപ്പൽ അവർ ക്രിയേറ്റ് ചെയ്തത്. അവർ ആ കരയിലേക്ക് എത്തേണ്ട താമസം പുറത്തേക്ക് ചാടി ഇറങ്ങി ആ നേവിക്കാരെ തല്ലി തല്ലി കൊല്ലുകയാണ്. ഒരു രണ്ടുപേരും ഉച്ചത്തിൽ വിളിച്ചു പറയും, ലൂഫി നിന്നെ ഹെൽപ്പ് ചെയ്യാനാണ് ഞങ്ങൾ ഇവിടേക്ക് വന്നത്. സൺ ഗോഡ് നിക്കയ്ക്ക് എന്തെങ്കിലും ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ഞങ്ങൾ കൂടെ ഉണ്ടാവും. ലൂഫിയെയും നമ്മുടെ ആൾക്കാരെ എല്ലാവരെയും പ്രൊട്ടക്ട് ചെയ്യാനും സപ്പോർട്ട് കൊടുക്കാനും ഇപ്പൊ രണ്ട് ജയൻസും പാസിഫിസ്റ്റേഴ്സും അങ്ങനെ എല്ലാവരും അവിടേക്ക് എത്തിയിരിക്കുകയാണ്. അങ്ങനെ അവിടെ വെച്ച് ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ സ്മേ വിത്ത് മല്ലു എപ്പിസോഡ്.